കേൾക്കുന്നു. ശ്രീ ജോർജ് പൊടിപാറ, ഇപ്പോൾ പുറത്തേക്ക് ആരും സമ്മതിക്കുന്നില്ല, ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നുള്ള സൂചനകൾ നമുക്ക് കൃത്യമായി ലഭിക്കുന്നുണ്ട്. കേരള കോൺഗ്രസിനകത്തു നിന്ന് തന്നെ അത്തരം വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ കേരള കോൺഗ്രസ് എം രണ്ടാകുമെന്നുള്ള സൂചനകളും ഈ ഘട്ടത്തിൽ ലഭിക്കുന്നുണ്ട്. പക്ഷേ അവസാന നിമിഷമാകുമ്പോഴേക്കും സഭയുടെ ഇടപെടൽ അതിൽ നിർണായകമാവുകയും ചെയ്യും. സഭയാണ് ഇപ്പോൾ സ്വാഭാവിക ഐക്യപ്പെടലിന് സാധ്യത UDF-ഉമായി ചേരുകയാണ് വേണ്ടത്. UDF ആണ് സ്വാഭാവിക ചേരി എന്ന് ഇടയ്ക്കിടെ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ ഓർമ്മിപ്പിക്കുന്നത് എന്ന് കേൾക്കുന്നു. അങ്ങേക്ക് കിട്ടിയ സൂചനകൾ എന്താണ്? സൂചനകളെല്ലാം ചേർത്ത് വെക്കുമ്പോൾ സഭ, പ്രത്യേകിച്ച് ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി രൂപതകൾ കേരള കോൺഗ്രസ് എമ്മിന് മേൽ വലിയ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. കാരണം അവർക്ക് അവരുടേതായ കാരണങ്ങളുണ്ട്. രണ്ട് കാരണങ്ങളാണുള്ളത്. ഒന്ന്, ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ കേരള കോൺഗ്രസ് എം LDF-ന്റെ ഭാഗമായി നിന്നാൽ അത് അത്രത്തോളം ശുഭകരമാവില്ല എന്നുള്ളൊരു തിരിച്ചറിവ്, പ്രത്യേകിച്ച് ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന്റെ ഫലങ്ങൾക്ക് ശേഷം സഭയ്ക്ക് ഉത്തമ ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ കേരള കോൺഗ്രസ് എം അങ്ങനെ തളരാൻ പാടില്ല, തകർന്നു പോകാൻ പാടില്ല എന്നൊരാഗ്രഹം അവർക്കുണ്ട്. ഈ പറഞ്ഞ മധ്യ തിരുവിതാംകൂറിന്റെയും തെക്കൻ തിരുവിതാംകൂറിന്റെയും പല ഭാഗങ്ങളിലും കത്തോലിക്ക സഭയിലെ വിശ്വാസികൾ കൂടുതലും ഈ കേരള കോൺഗ്രസ് എമ്മുമായിട്ടാണ് ചേർന്ന് നിൽക്കുന്നത്. ആ പാർട്ടിയിലാണ് ഏറ്റവും കൂടുതൽ സഭാ വിശ്വാസികളുള്ളത്. മാത്രമല്ല, സഭാ മേലധ്യക്ഷന്മാരുടെ പിന്തുണയും ഈ പാർട്ടിക്ക് കാലാകാലങ്ങളിൽ ലഭിച്ചിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ വിഷയത്തിൽ ഏറ്റവും സജീവമായിട്ട് ഇടപെടുന്നത് ചങ്ങനാശ്ശേരി അതിരൂപത അധ്യക്ഷനാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, തോമസ് തറയിൽ പിതാവാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അവരുടെ നിന്നും വാക്കുകൾ, അതുപോലെ പാലാ രൂപതാധ്യക്ഷൻ അത്രത്തോളം സജീവമായിട്ട് ഇപ്പൊ ഇടപെടുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ അദ്ദേഹം കുറച്ചുകൂടി ഒരു സന്യാസി ജീവിതത്തിലേക്ക്, അല്ലെങ്കിൽ ആ ഇത്രയും രാഷ്ട്രീയത്തിലേക്ക് പ്രത്യക്ഷത്തിൽ ഇടപെടാതെ ഇങ്ങനെ ഒരു ന്യൂട്രൽ സ്റ്റാൻഡ് എടുക്കുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ ഇവിടെയുള്ളൊരു പ്രശ്നം എന്താ വെച്ചാൽ മറ്റൊരു സമ്മർദ്ദം കൂടിയുണ്ട്. അതായത് കത്തോലിക്ക സഭ കണക്കുകൂട്ടുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് ഈ തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിൽ വന്നാൽ ഇന്നത്തെ സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ ആ ഘടകകക്ഷി എന്നുള്ള നിലയിൽ മുസ്ലിം ലീഗിന്റെ ഒരു വലിയ മേധാവിത്വം UDF-ന് ഭൂരിപക്ഷം കിട്ടുന്ന ഒരു സാഹചര്യത്തിലുണ്ടാവും. പ്രത്യേകിച്ച് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ മലപ്പുറം, കോഴിക്കോട് അടക്കമുള്ള മലബാർ മേഖലയിൽ മുസ്ലിം ലീഗിനുണ്ടായ വലിയ വിജയം സഭയ്ക്കും കൃത്യമായി കാര്യങ്ങൾ അവർക്കും കത്തുന്നുണ്ട്. കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അവർ ചിന്തിക്കുന്ന ഒരു 27 സീറ്റ് വരെയൊക്കെ മുസ്ലിം ലീഗ് മത്സരിക്കാം, ചിലപ്പോൾ ഒരു 24 സീറ്റ് വരെയൊക്കെ ലീഗ് ആ മത്സരിക്കുന്ന സീറ്റുകൾ വിജയിക്കാം. അങ്ങനെ വന്നാൽ ഒരു 5 മന്ത്രിമാർ വരെ ലീഗിന് കിട്ടാം. ലീഗിന്റെ 5 മന്ത്രി എന്ന് പറയുന്നത് ഒരുപക്ഷെ ആർക്കും നിഷേധിക്കാൻ പറ്റില്ല. സീറ്റുകളുടെ കാര്യത്തിലും ലീഗിന് ഇന്നത്തെ സാഹചര്യത്തിൽ UDF-ആയിട്ട് ബാർഗെയിൻ ചെയ്താൽ ലീഗിന്റെ അവകാശവാദങ്ങളൊന്നും UDF നിഷേധിക്കാനും കോൺഗ്രസ് നിഷേധിക്കാനും സാധ്യതയില്ല. അങ്ങനെ വന്നാൽ ഒരു 5 മന്ത്രിമാരും ലീഗിനും, ഒരുപക്ഷെ കോൺഗ്രസിൽ നിന്ന് ഒരു മന്ത്രിയെങ്കിലും മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് ലീഗ് ഒരാളും ഉണ്ടാകാം. അങ്ങനെയാണെങ്കിൽ 6 മന്ത്രിമാര് മുസ്ലിം സമുദായത്തിൽ നിന്ന് തന്നെ ഉണ്ടാകുമ്പോൾ ഈ പറഞ്ഞ കത്തോലിക്ക ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്ന് എത്ര മന്ത്രിമാർക്ക് സാധ്യതയുണ്ട്? അപ്പൊ കേരള കോൺഗ്രസ് എം അപ്പുറത്ത് നിൽക്കുകയും ഈ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഏറ്റുവാങ്ങുകയും ചെയ്താൽ സ്വാഭാവികമായിട്ടും ഈ ക്രിസ്ത്യൻ മന്ത്രിമാര് തീരെ കുറഞ്ഞു പോകുന്ന, അല്ലെങ്കിൽ സാധ്യതയൊക്കെ ഉണ്ടെന്ന് അവർ കണക്കുകൂട്ടുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണെന്ന് തോന്നുന്നവരെ അവർ പലരും സൂചന തരുന്ന അങ്ങനെയാണ്. അപ്പൊ ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഒരു നാച്ചുറൽ ചോയ്സ് എന്നുള്ള നിലയ്ക്ക് കേരള കോൺഗ്രസ് എം ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവരുടേതായ ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് UDF വിട്ട് LDF ചേർന്ന് ചേർന്ന് കഴിഞ്ഞിട്ട് അത് പുറത്താക്കിയതാണ്, ഇൻഡീസെന്റ് ആയിട്ടുള്ള എക്സിറ്റ് ഞങ്ങൾക്ക് തന്നതാണ്, ഞങ്ങളെ പുറത്താക്കിയതാണെന്നൊക്കെ ന്യായം പറഞ്ഞെങ്കിലും ഇതിനകത്തെ വോട്ടർമാര്, ഈ കേരള കോൺഗ്രസ് എം വോട്ടർമാരിൽ മഹാഭൂരിപക്ഷം ഇപ്പോഴും ഒരു പ്രോ UDF മൈൻഡ് ഉള്ളവരാണ്. അവർക്കൊരിക്കലും ഒരു കമ്മ്യൂണിസ്റ്റ് എന്താ പറയാ ഒരു മുന്നണിയുടെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചിഹ്നത്തിലോ അല്ലെങ്കിൽ ആ മുന്നണിയിലോ വോട്ട് ചെയ്യാൻ വൈമുഖ്യമുള്ളവരാണ്. അത് നമ്മൾ പുതുപ്പള്ളി ബൈ ഇലക്ഷനിലൊക്കെ കണ്ടു. കേരള കോൺഗ്രസ് എമ്മിന് വലിയ മേധാവിത്വമുള്ള പല പഞ്ചായത്തിലും അവിടെ UDF-ന്, പ്രത്യേകിച്ച് ചാണ്ടി ഉമ്മന് വലിയ ഭൂരിപക്ഷം കിട്ടുന്ന കാഴ്ച കണ്ടു. ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ അവരുടെ ശക്തി കേന്ദ്രങ്ങളിലെല്ലാം അവർ വാട്ടവിട്ടായി പോകുന്ന പോലത്തെ അവസ്ഥയുണ്ടായി. പാലാ നഗരസഭ അടക്കം അവർക്ക് കൈവശം വന്നു. അതുപോലെ തന്നെ പത്തനംതിട്ടയിൽ, അതുപോലെ കോട്ടയത്ത്, ഇടുക്കിയിലെല്ലാം കേരള കോൺഗ്രസിന് എവിടെയെല്ലാം ശക്തിയുണ്ടോ ജോസ് കെ മാണിയുടെ പാർട്ടിക്ക്, അവിടെയെല്ലാം ആ പാർട്ടി വളരെ കൂടുതൽ ദുർബലമാകുന്ന ഒരു കാഴ്ച നമ്മളെല്ലാം കണ്ടതാണ്. ഇത് കത്തോലിക്ക സഭ വളരെ ഗൗരവമായിട്ട് കാണുന്നുണ്ട്, കേരള കോൺഗ്രസ് എമ്മും ഗൗരവമായിട്ട് കാണുന്നുണ്ട്, ജോസ് കെ മാണിയും ഗൗരവമായിട്ട് കാണുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടെ ചേരുമ്പോൾ, അതായത് നാച്ചുറൽ ചോയ്സ് എന്നുള്ള നിലയ്ക്ക് UDF ആണ് എന്ന അണികളുടെ വികാരവും കൂടിയാകുമ്പോൾ ഈ സമ്മർദ്ദങ്ങളെ എല്ലാം അതിജീവിച്ച് ജോസ് കെ മാണിക്ക് ആകപ്പാടെയുള്ള ഒരു കീറാമുട്ടി എന്ന് പറയുന്നത് ജോസ് കെ മാണിയുടെ പാലാ സീറ്റാണ്. ഈ പാലാ സീറ്റ് പോലും ഇപ്പോ അത് ജോസ് കെ മാണിക്ക് വേണ്ടി വന്നാൽ
മാണി സി കാപ്പനെ വേറെ ഏതെങ്കിലും സുരക്ഷിത സീറ്റിലേക്ക് മാറ്റിയിട്ട് വിട്ടുകൊടുക്കില്ല എന്ന് മാണി സി കാപ്പൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതൊക്കെ പറയുമെങ്കിൽ പോലും അവിടെ സ്മൃതി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കാപ്പൻ ഒരു ഒറ്റയാനാണ്. അവിടെ അദ്ദേഹത്തിന്റെ സ്വാധീനം കൊണ്ട് UDF നേട്ടം ഉണ്ടാകുന്നത് പാലാ സീറ്റിൽ മാത്രമേ ഉള്ളൂ. പക്ഷെ ജോസ് കെ മാണി UDF വന്നാൽ ഉണ്ടാകുന്ന ഒരു നേട്ടം, നേരത്തെ പറഞ്ഞ പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം, അതുപോലെ തന്നെ എറണാകുളത്തിന്റെ കിഴക്കൻ മേഖല, ഈ മേഖലയിൽ LDF പിന്നെ ഒരു മോഹത്തിനും പ്രസക്തിയില്ല. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ അവരില്ലാതെ തന്നെ ആ മേഖല തൂത്തുവാരാൻ UDF കഴിഞ്ഞെങ്കിൽ, കേരള കോൺഗ്രസ് എം കൂടി UDF ഭാഗമായി കഴിഞ്ഞാൽ പിന്നെ ആ മേഖലയിൽ LDF പ്രതീക്ഷയ്ക്ക് പോലും അവകാശമില്ല. ഒരു മത്സരത്തിന് പോലും സാധ്യതയില്ലാത്ത രീതിയിൽ അവിടെ UDF ഒരു ക്ലീൻ സ്വീപ്പിംഗിലേക്ക് മാറാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ രണ്ടാണ് നടക്കുന്നത്. ഒന്ന്, UDF നില വളരെ സുരക്ഷിതമാക്കുക ആ ജില്ലകളിൽ, അതോടൊപ്പം തന്നെ LDF ഒരു സാധ്യതയില്ലാതാക്കുക എന്ന് പറഞ്ഞാൽ ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ ഒറ്റ കാരണത്താൽ തന്നെ ഒരു മത്സര സാധ്യത പോലും ഇല്ലാത്ത രീതിയിൽ ഒരുപക്ഷെ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, ഈ തൃശ്ശൂര്, ഇവിടെയൊക്കെ മാത്രമായിട്ട് മലബാറിലേക്ക് പോയാൽ അവിടെ മുസ്ലിം ലീഗിന്റെ ഒരു സർവാധിപത്യമുണ്ട്. അപ്പൊ ഇങ്ങനെ വരുമ്പോ ഈ കുറച്ച് ജില്ലകളിൽ മാത്രമായിട്ട് പോരാട്ടത്തിന്റെ ഒരു ശേഷി, LDF ശേഷി ഈ ഏതാനും ജില്ലകളിൽ ഒതുങ്ങിപ്പോകുന്ന ഒരു സാഹചര്യമുണ്ട്. ഇലക്ഷൻ എന്ന് പറയുന്നത്, തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒരു ആസൂത്രിത യുദ്ധമാണ്, ഒരു ചതുരംഗ കളിയാണ്. ഈ കളിയിൽ രണ്ടാണ് നേട്ടം UDF. കേരള കോൺഗ്രസ് എം UDF വന്നാൽ LDF മത്സരശേഷി തന്നെ ഈ ജില്ലകളിൽ ഇല്ലാതാകും. അതുവഴി വളരെ കൃത്യമായി ഇപ്പോഴേ തന്നെ പ്രവചിച്ചു വെക്കാൻ പറ്റും, UDF അടുത്ത തെരഞ്ഞെടുപ്പിൽ ഈ 100 സീറ്റിലേക്ക് പോകാനുള്ള സാധ്യത വളരെ എന്താ പറയാ തിളങ്ങുന്ന സാധ്യതയിലേക്ക് ഈ ഒരൊറ്റ കാരണത്താൽ പോകും. അതുകൊണ്ട് തന്നെ ചെറിയ തടസ്സങ്ങളൊന്നും UDF വകവെക്കാൻ പോകുന്നില്ല. അതിൽ കാപ്പന്റെ തടസ്സം പോലും അവസാനം ഒരു തടസ്സമാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ മനസ്സിലാക്കുന്ന ആരെയും പിണക്കാതെ കൂടുതൽ ആളുകളെ കൂട്ടുക എന്ന രൂപത്തിലായിരിക്കും മുന്നണി വിപുലീകരണം എന്നുള്ളതാണ്. പിണക്കിക്കൊണ്ട് നിലവിലുള്ളവരെ പിണക്കിക്കൊണ്ടായിരിക്കില്ല എന്നുള്ള സൂചനകൾ ലഭിക്കുന്നു. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.